തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ഒപ്പം ചേരുന്നുണ്ട്. ശാലിനി, പോലീസിന്റെ നേതൃത്വത്തിലാണോ പരിശോധനകൾ പുരോഗമിക്കുന്നത്? ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇവിടെ RPFന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പോലീസ് മേധാവി നൽകിയിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കേന്ദ്രങ്ങളിലടക്കം പരിശോധനകൾ നടക്കുകയും ചെയ്യുകയാണ്. റെയിൽവേ സ്റ്റേഷൻ സ്വാഭാവികമായും RPFന്റെ അണ്ടറിലായതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനുള്ളിലുള്ള പരിശോധനകൾ പൂർണ്ണമായും RPFന്റെ ഡോസ് കോഡിന്റെയും ഒക്കെ നിരീക്ഷണത്തിലാണ്. കൂടാതെ തന്നെ ഇവിടെ എത്തുന്ന ഓരോ യാത്രക്കാരെയും പ്രത്യേകമായി നിരീക്ഷിക്കുന്നുണ്ട്. ക്യാമറകൾ നേരത്തെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഓരോ യാത്രക്കാരും മോണിറ്റർ ചെയ്താണ് ട്രെയിനിനുള്ളിലേക്കും റെയിൽവേ സ്റ്റേഷനുള്ളിലേക്കും പോകുന്നത്. ഒപ്പം തന്നെ ഇവരുടെ ബാഗേജുകൾ മെറ്റൽ ഡിറ്റക്ടർ വഴി അടക്കം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് ട്രെയിനിനുള്ളിലേക്കും റെയിൽവേ സ്റ്റേഷനകത്തേക്കും കടത്തിവിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വരും മണിക്കൂറിലും പരിശോധന തുടരുമെന്നുള്ളതാണ് RPF അറിയിക്കുന്നത്. സംസ്ഥാന പോലീസും അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തത്. അനധികൃതമായിട്ടുള്ള വാഹന പാർക്കിംഗ്, അനധികൃതമായിട്ടുള്ള രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ അടക്കമുള്ളവ പ്രത്യേകമായി തലസ്ഥാനത്ത് അടക്കം നിരീക്ഷിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവിമാർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓരോ ജില്ലകളിലെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ പ്രത്യേകമായി പരിശോധിക്കണം. ഒപ്പം തന്നെ യാത്രക്കാരെ പ്രത്യേകമായി നിരീക്ഷിക്കണം. അനധികൃതമായിട്ടുള്ള വാഹനങ്ങളടക്കം കണ്ടുകെട്ടുകയാണെങ്കിൽ അതിനെ കസ്റ്റഡിയിലെടുക്കുക, അതിൻ്റെ ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുക എന്നൊരു ജാഗ്രതാ നിർദ്ദേശം കൂടി നിലവിൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ തന്നെ പരിശോധനകൾ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് നടത്തുന്നത്. പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ, തിരുവനന്തപുരത്ത് തന്നെ വിവിധ ഇടങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകളുണ്ട്. ആ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം തന്നെ പരിശോധനകൾ തുടരുകയാണ്. കൂടാതെ തന്നെ വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര ആഭ്യന്തര ടെർമിനലിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ട്രെയിൻ മാർഗം യാത്രക്കാർ എത്തുന്നത് പോലെ തന്നെ വിമാനമാർഗം എത്തുന്ന യാത്രക്കാരെയും പ്രത്യേകമായി വിമാനത്താവളത്തിനുള്ളിലും പുറത്തും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ബാഗേജുകൾ പരിശോധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്ര ഇടങ്ങൾ, അതായത് ആറ്റുകാൽ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കമുള്ള അതീവ സുരക്ഷാ ഇടങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പരിശോധനകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ മണ്ഡല മകരവിളക്കൊക്കെ ആരംഭിക്കാനിരിക്കുന്ന ഒരു സമയമാണ്. അതിന് മുന്നോടിയായിട്ടൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർ വിവിധ ക്ഷേത്രങ്ങളിലേക്ക്, തലസ്ഥാനത്തേക്ക് എത്തുന്നത് പതിവാണ്. അതുകൊണ്ട് തന്നെ അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ എന്നൊക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട്. ആളുകൾ കൂടുന്ന പ്രത്യേകിച്ച് കമ്പോളങ്ങൾ, മാർക്കറ്റുകൾ അടക്കമുള്ള മേഖലകളിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പരിശോധനകൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ വരും മണിക്കൂറിലും പരിശോധന ശക്തമാക്കുമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, മറ്റ് എല്ലാ ജില്ലകളിലും ജില്ലാ പോലീസ് മേധാവിമാർക്ക് സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള കുടിയേറ്റക്കാരെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളെ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരെ പ്രത്യേകമായി നിരീക്ഷിക്കുക. ഒപ്പം തന്നെ കൃത്യമായ ID പ്രൂഫ് ഒന്നും ഇല്ലാത്തവരെ പ്രത്യേകമായി പരിശോധിക്കണമെന്നടക്കമുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ തലസ്ഥാനമടക്കം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുൻപ് നിരവധി വ്യാജ ബോംബ് ഭീഷണികളൊക്കെ തലസ്ഥാന ജില്ല കേന്ദ്രീകരിച്ച് വന്നിട്ടുണ്ട്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അത് വ്യാജമാണോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധനയ്ക്ക് ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിലാണ് ഈ ഡൽഹി സംഭവം നടന്നിട്ടുള്ളത്. ആ ഘട്ടത്തിൽ ആ ഒരു സ്ഫോടനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാനത്ത് നൽകിയിരിക്കുകയാണ്. പരിശോധനകളും തുടരുകയാണ്.